നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 2 ആയുധങ്ങൾ കൊണ്ടാണ്. അതേതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അവയുടെ പേരെന്താണെന്നറിയാമോ? അഹിംസയും സത്യാഗ്രഹവും. ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചു. അതെ. അഹിംസയുടെ അർത്ഥം എന്താണെന്നറിയാമോ? നീ തന്നെ വിശദീകരിച്ചാൽ നന്നായിരിക്കും. അഹിംസ ക്രൂരതയ്ക്ക് മാപ്പ് കൊടുക്കലാണ്. ഒരാൾക്ക് തിരിച്ച് പോരാടാമെങ്കിലും അയാൾ ശത്രുവിന് മാപ്പ് കൊടുക്കുന്നു. എന്നിട്ട് അയാളോട് ക്ഷമിക്കുന്നതിലൂടെ തെറ്റു മനസ്സിലാക്കി കൊടുക്കുന്നു. അഹിംസയെക്കുറിച്ച് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അഹിംസ. ഒരു കോളനിയിൽ കൂട്ടുകാരായ ഒരു സംഘം ആൺകുട്ടികൾ താമസിച്ചിരുന്നു. ദിവസവും വൈകുന്നേരം അവർ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുമായിരുന്നു. ഹേ നവീൻ, ഇന്ന് നമുക്ക് ഫുട്ബോൾ കളിക്കാം. ഓക്കേ. അങ്ങോട്ട് നോക്ക്, ഒരു പുതിയ പയ്യൻ വരുന്നുണ്ട്. അതെ, അവന്റെ പേര് രവി എന്നാ. എന്റെ പുതിയ അയൽക്കാരനാ. അവൻ ഇങ്ങോട്ടാണ് വരുന്നത്. ഹായ് രഘു, എനിക്ക് നിങ്ങളുടെ കൂടെ കൂട്ടുകൂടണം. എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാമോ? തീർച്ചയായും രവി. രവി, ഇത് നവീൻ. നവീൻ, ഇതാണ് രവി. ഞങ്ങളുടെ സംഘത്തിലേക്ക് സ്വാഗതം. നന്ദി നവീൻ. നവീൻ രവിയോട് കുരുത്തക്കേട് കാണിക്കാൻ ആലോചിച്ചു. പിറ്റേ ദിവസം രവി കളിക്കാൻ വന്നപ്പോൾ നവീൻ കരുതിക്കൂട്ടി പന്ത് അവന്റെ മേൽ അടിച്ചു. അയ്യോ, കളിയിൽ ഇത് സാധാരണയാ. വാ കളിക്കാം. അടുത്ത ദിവസം നവീൻ രവിയുടെ വാട്ടർ ബോട്ടിൽ കാലിയാക്കി. രഘു, ആ നവീൻ എപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ അവന് നല്ല തിരിച്ചടി കൊടുക്കും. രവി, നീ അങ്ങനെ ചെയ്യരുത്. അത് ശരിയല്ല. അവന്റെ കൂടെ കൂടാൻ നീയല്ലേ പറഞ്ഞത്? അവനോട് സ്നേഹത്തോടെ പെരുമാറ്, അവൻ മനസ്സിലാക്കും. അടുത്ത ദിവസം വൈകുന്നേരം, നവീൻ, അമ്മ നിനക്ക് കൊടുത്തയച്ച പലഹാരവാ. ഇത് നിനക്ക് തരാനാ ഞാൻ വന്നത്. നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നില്ലേ? തോന്നി, പക്ഷേ നിന്നെ വേദനിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല. നിന്റെ കൂട്ടുകാരനാവാനാണ് എനിക്കിഷ്ടം. ക്ഷമിക്കണം രവി, ഞാനിനി ഒരിക്കലും അങ്ങനെ പെരുമാറില്ല. അതുപോലെ ആരോടും. ഇങ്ങനെ മാപ്പ് കൊടുക്കുന്നതിന്റെ പേരാണ് അഹിംസ. നോക്കൂ, ഇന്നു മുതൽ നിങ്ങൾ അഹിംസയെ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 പേരും നല്ല കൂട്ടുകാരായി മാറി. എന്നിട്ട് പലഹാരം പങ്കിട്ടു. അഹിംസ, തിന്മ ചെയ്യാതിരിക്കുക. പർപ്പസ്ലി, കരുതിക്കൂട്ടി. പ്രാങ്ക്, കുരുത്തക്കേട് കാണിക്കുക.